ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നെൻ്റെ കോളേജിൽ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പ്രാക്ടിക്കൽ സെക്ഷൻ വന്നിട്ട് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ലാബിലായിരുന്നേ. ഞങ്ങളുടെ ലാബ് വന്നിട്ട് ബേക്കറി ആയതുകൊണ്ട് ബേക്കറിയുടെ ലാബുമായിട്ട് ഒരു ബന്ധം തന്നെ ഇല്ലാത്തതാണ് പ്രൊഡക്ഷൻ്റെ ലാബ്. അത് രണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പുലാവ്, അതുപോലെ തന്നെ സൂപ്പ്, പിന്നെ ബീഫ് വിന്താലു, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ലാബാണ് പ്രൊഡക്ഷൻ്റെത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതല്ലാത്തതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് പഠിക്കാനില്ലാത്തതുകൊണ്ടും ഇതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ പറയാനുള്ള അറിവൊന്നും എനിക്കില്ല കേട്ടോ. 2 ദിവസത്തേക്കുള്ള ലാബ് മാത്രമേ ഉള്ളായിരുന്നു. നമുക്കിത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ തന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷനിലെ കുട്ടികൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും വരുന്ന കമൻസാണ് ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, എന്തുവാ പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, കണ്ണൂരാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാ ജില്ലകളിലും ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ബേക്കറി ആൻഡ് കൺഫെക്ഷണറി ആണ്. അത് കേരളത്തിൽ കളമശ്ശേരിയിലും കണ്ണൂരിലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണൂരിലോട്ട് വന്നത്. കളമശ്ശേരിയിൽ കുറേ ആപ്ലിക്കേഷൻസ് ചെല്ലുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടി എന്ന് വരത്തില്ല. അപ്പോൾ കണ്ണൂർ എന്തായാലും അപ്ലൈ ചെയ്തു, കിട്ടി. അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഈ പ്രൊഡക്ഷൻ്റെ ലാബിൽ കയറിയപ്പോഴാണ് ഒരു കാര്യവും അറിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് പ്രൊഡക്ഷനിലെ സാറ്, പ്രശാന്ത് സാറാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. എല്ലാ കാര്യങ്ങളും സാറ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സും അവരെല്ലാം 5 സ്റ്റാർ ഹോട്ടലിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ് കേട്ടോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലെ തെറ്റ് അവർ അത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് ഡീപ്പായിട്ട് തന്നെ നമുക്കത് പറഞ്ഞു തരും എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പഠിച്ചിരുന്ന സ്ഥലങ്ങളിലെ ടീച്ചേഴ്സും ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സും തമ്മിൽ രണ്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. കാര്യം ഇവർ നമ്മൾ നല്ലോണം മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമുക്ക് നേരത്തെ നിന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നൊരു രീതിയാണെങ്കിൽ ഇവിടെ ഇവരെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന് ബാക്കി നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിൽ നമ്മൾ തെറ്റു വരുത്തിയെങ്കിലും ഇവർ നമുക്കതെല്ലാം വൃത്തിക്ക് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലത്തെ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണുപൂട്ടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. കാര്യം എല്ലാം A to Z കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവർ പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്യും. ഒരു പ്രൊഫഷണൽ രീതിയിലോട്ട് ജോലിക്ക് പോകാനാണെങ്കിലും എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണെങ്കിലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു കോഴ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും ഈ ഒരു കോഴ്സിലൂടെ. പിന്നെ ഇപ്പോൾ ബേക്കറി ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടുന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ട് നമുക്കതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്തായിരുന്നു? പുലാവ് ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. ഇതാണ് നമ്മുടെ ടീമിൻ്റെ പുലാവ്. അങ്ങനെ പറഞ്ഞു നമ്മൾ പുലാവിൻ്റെ പരിപാടികളൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്തത് കൊണ്ട്. പിന്നെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, എങ്ങനെ ഉണ്ട്, കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. നമ്മുടെ പുലാവ് റെഡിയായി. ഇനി ബാക്കി പാത്രങ്ങൾ ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അത്രയും കൂടി എൻ്റെ പേരിന് പോ. ഇത് വരുവേ. വരുവേ. പാത്രം കഴുകുവാണ്. പാത്രം എങ്ങനെയാണോ ചട്ടോ എല്ലാവരുടെ ടേബിളെല്ലാം റെഡിയായി. ഞങ്ങൾ കുറച്ച് അടുക്കി പിടിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ സ്വന്തം ടീമിൻ്റെ സ്വന്തമായിട്ട് തിന്നുവാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അടുക്കി പിടിച്ചത് തിന്നേണ്ടി വരും. എന്തോ ചെയ്യാനാ. നമ്മളെടുത്ത പാത്രം നമ്മൾ തന്നെ കൈക്ക് വെക്കണം. അതല്ല ഇതിന് ശരി. സാര
ഇതാണ് നമ്മുടെ പ്ലേറ്റ്. നമ്മൾ ഇതിനെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ചോക്ലേറ്റ് മൂസ്, ഇത് പുലാവോ. ഞാൻ നേരത്തെ കോഴ്സിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ഇതുപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാനും പിന്നെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ കോഴ്സ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തുള്ളൂ. അല്ലാത്തുള്ളവർക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി ഭയങ്കര പുച്ഛവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാനും അതിങ്ങനെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് ചൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡാണിത്. ഇതിൻ്റെ അതർ സൈഡെന്ന് പറയുന്നത് ഈ നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങൾ ഫുള്ള് നമ്മൾ കഴുകണം. അതുപോലെ തന്നെ നമ്മൾ ഈ പണിയെടുക്കുന്ന ഈ ലാബ് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അവസാനത്തെ സമയം എന്ന് പറയാമോ? എത്ര സമയം നമ്മൾ ഓഫ് ചെയ്തിട്ട് എത്ര സമയം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു? പിന്നെ എപ്പോഴാണ് ഇളക്കിയത്? 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇളക്കിയിട്ടുണ്ട്. പക്ഷെ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആവുന്നത് 15 മിനിറ്റ്സിൽ കൂടുതൽ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഡ്രൈ ആവാൻ. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് ഫുള്ള് സാധനം ഞാൻ കാണിച്ചു തരാവേ. ഇത് ബീഫ് ബന്താലു, ഇത് പുലാവ്, ഇത് രായ്ത്ത, ഇത് പനീർ മട്ടർ. ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഞങ്ങൾക്ക് തന്നെ കുറച്ച് നമുക്ക് കഴിക്കാനായിട്ട് തരും കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുമോണ്ട് ഞങ്ങൾ ആരും ഫുഡൊന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലാബിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. നമുക്കിങ്ങനെ ഫുഡ് ഇരുന്ന് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നുമില്ല, നിന്ന് ഫുഡ് കഴിക്കണം. സോ കാലൊന്ന് കഴിച്ചപ്പോൾ ഞങ്ങൾ തറയിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത പാത്രങ്ങൾ ഫുള്ള് കഴുകി എടുത്ത സ്ഥലത്ത് നമ്മൾ തിരിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ലാബ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ഇടുകയും വേണം. അതാണ് ഞാൻ ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞത്. നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി നല്ല കണ്ണാടിച്ചിട്ട് പോലെ നമുക്കിതിനകത്തെല്ലാം റെഡിയാക്കി ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യം ഇത് ബ്രഷ് ചെയ്യുക, പിന്നെ അത് വൈപ്പ് ചെയ്യുക, പിന്നെ അത് മോപ്പെടുത്ത് ഉടയ്ക്കുക, പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പണിയെല്ലാം തീർത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നേ. തിരിച്ച് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴും 3:45 കോളേജ് വിടുന്നതെങ്കിൽ ഞങ്ങളിന്ന് 3 മണിക്ക് തന്നെ കോളേജ് വിട്ടിട്ടുണ്ടായിരുന്നേ. ഇവിടെ പഠിക്കുന്ന എല്ലാവരും തന്നെ പാഷൻ്റെ പുറത്ത് ഈ ഒരു കോഴ്സ് എടുത്തവരാണ്. അപ്പോൾ അവർക്കൊന്നും ഈ ഒരു പണി ചെയ്യുന്ന അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ആർക്കും ഫീൽ ചെയ്യാറില്ല. എന്നുവെച്ചാൽ കാലുവേദന കൈവേദനയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ കാല് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത ഫുഡ്. അത് ഓരോ ടീം വൈസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ.